യെസ്, നീറ്റ് UG 2024 എഴുതിയവർക്ക് ഒരു ന്യൂസ് ഉണ്ട്, പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ്. ദാറ്റ് ഈസ് ഇന്ത്യൻ ആർമി, ദാറ്റ് ഈസ് BSc നഴ്സിംഗ് കോഴ്സുകളിലേക്ക് നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അതായത് joinindianarmy.nic.in എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാനാണ് പറയുന്നത്. പ്രധാനപ്പെട്ട കാര്യം 29th ഓപ്പണായ ഇത് 7th ഓഗസ്റ്റ് വരെയാണ് സമയമുള്ളത്. അവിടെ നമുക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയസ് നോക്കാം. അവിടെ ശ്രദ്ധിക്കണം. അപ്പം AFMC ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ് അടക്കമുള്ള മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇന്ത്യൻ ആർമിയുടെ കീഴിലുള്ള മെഡിക്കൽ സയൻസ് കോളേജുകളിലേക്കാണ് ശരിക്കും അഡ്മിഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇത് ക്ഷണിച്ചിട്ടുള്ളത്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഈ എലിജിബിലിറ്റി പൂർത്തിയായവരാണോ എന്ന് ശ്രദ്ധിക്കണം. സോ BSc നഴ്സിംഗ് കോഴ്സസ് അറ്റ് ആംഡ് ഫോഴ്സ് മെഡിക്കൽ സയൻസ് കോളേജുകളിൽ കയറണമെങ്കിൽ ഒന്ന്, നിങ്ങൾ നീറ്റ് UG ക്വാളിഫൈഡ് ആയിരിക്കണം. അതിൻ്റെ സ്കോർ കാർഡ് അവർ നോക്കും. മറ്റൊന്ന്, joinindianarmy.nic.in എന്ന വെബ്സൈറ്റിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. ആൻഡ് അതർ വൺ ഈസ് സ്ക്രീനിങ് പ്രോസസ്സ് ഉണ്ടാവും. അതായത് നിങ്ങളുടെ നീറ്റ് UG സ്കോറിൻ്റെ ബേസിൽ അവരൊരു ലിസ്റ്റ് തയ്യാറാക്കും. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ്, റിട്ടൺ ടെസ്റ്റ് ഉണ്ടാവും. പിന്നെ സൈക്കോളജിക്കൽ അസസ്മെൻറ്റ് ടെസ്റ്റുകൾ ഉണ്ടാവും, മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവും. ഇങ്ങനെ പ്രോസസ്സുകളെല്ലാം ശേഷമാണ് ശരിക്കും നിങ്ങളെ ചൂസ് ചെയ്യുക. ഇറ്റ്സ് എ വെരി ഗുഡ് ഓപ്പർച്യൂണിറ്റി, മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. എലിജിബിലിറ്റി കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ശ്രദ്ധിക്കണം, ഹു ആർ അൺമാരിഡ്, ഡിവോഴ്സ്ഡ് ഓർ ലീഗലി സെപ്പറേറ്റഡ്, വിഡോ വിത്തൗട്ട് എൻകംപറൻസസ് ആണ് പറയുന്നത്. അവിടെ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. അതേപോലെ ഡേറ്റ് ഓഫ് ബർത്ത് ശ്രദ്ധിക്കണം. 1900 അപ്പർ ഏജ് ലിമിറ്റ് ഉണ്ട്, ശ്രദ്ധിക്കണം. അപ്പോൾ 1999 ഒക്ടോബർ 1-നും 30 സെപ്റ്റംബർ 2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഇൻക്ലൂഡിങ് ദാറ്റ് ഡേ ജനിച്ചവരായിരിക്കണം എന്നുള്ള പ്രധാനപ്പെട്ട ഇത് പറയുന്നുണ്ട്. പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങളുടെ +2 കോഴ്സ് തന്നെയാണ്. നിങ്ങൾ നീറ്റിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ തന്നെയാണ് ഇവരും പറയുന്നത്. പിന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് എല്ലാം പ്രോപ്പറായിട്ട് ശരിക്കും അവരുടെ ബ്രോഷറിൽ പറയുന്നുണ്ട്. അത് കൃത്യമായി വായിച്ച് നോക്കുക. അതിനുശേഷമാണ് നിങ്ങൾക്ക് സ്ക്രീനിങ് പ്രോസസ്സ് ഉണ്ടാവുക. നിങ്ങളുടെ നീറ്റ് UG സ്കോറിനനുസരിച്ചായിരിക്കും ഇന്ത്യൻ ആർമി.nic.in എന്നതിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക കാൻഡിഡേറ്റ്സിനെ. അതിനുശേഷം ദ ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സ് വിൽ ഹാവ് ടു അപ്പിയർ ഫോർ, ശരിക്കും പറഞ്ഞാൽ അവിടെ ജനറൽ ഇംഗ്ലീഷും ജനറൽ അസസ്മെൻറ്റ് ടെസ്റ്റുകളും സൈക്കോളജിക്കൽ അസസ്മെൻറ്റ് ടെസ്റ്റും ഇൻ്റർവ്യൂ ആൻഡ് മെഡിക്കൽ എക്സാമിനേഷൻ ബേസ് ഹോസ്പിറ്റൽ ഡൽഹി കന്റോൺമെൻറ്റ്, ഇത്രയുമാണ് അവിടെ ചെയ്യേണ്ട കാര്യം. അപ്പം അതിനുള്ള അഡ്മിറ്റ് കാർഡൊക്കെ നിങ്ങൾക്ക് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും. ഇവിടെ ശ്രദ്ധിക്കുക, ടെസ്റ്റ് ഓഫ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് ജനറൽ ഇംഗ്ലീഷ് എന്നാണ് നിങ്ങൾ ആദ്യമേ ഫേസ് ചെയ്യാൻ പോകുന്ന ടെസ്റ്റ്. അപ്പോൾ അവിടെ ജനറൽ ഇൻ്റലിജൻസ്, ജനറൽ ഇംഗ്ലീഷ് കാറ്റഗറിയിൽ വരുന്ന ഒരു CBT എക്സാം ആയിരിക്കും. അവിടെ 40 MCQs ഓഫ് 2 മാർക്ക് ഈച്ച്, ഓരോന്നിനും 2 മാർക്കാണ്. ഫോർ മാക്സിമം മാർക്സ് ഓഫ് 80 ആണ് വരിക. 0.5, ദാറ്റ് ഈസ് 1/2 മാർക്ക് നെഗറ്റീവ് ആയിരിക്കും ഇൻകറക്റ്റ് ആൻസറിന്. These 40 questions will be required to be answered in 30 minutes. അപ്പോൾ 40 ചോദ്യങ്ങൾ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് ഇംഗ്ലീഷ് കേസിൽ 40 ചോദ്യങ്ങൾ എഴുതാൻ അരമണിക്കൂറായിരിക്കും അവിടെ ടെസ്റ്റ് ഉണ്ടാവുക. പിന്നെ സൈക്കോളജിക്കൽ അസസ്മെൻറ്റ് ആൻഡ് ഇൻ്റർവ്യൂ ആണ്. അത് കഴിഞ്ഞ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവരെ ഒരു സൈക്കോളജിക്കൽ അസസ്മെൻറ്റ് ഉണ്ടാവും. അത് ഡൽഹിയിലായിരിക്കും. അവിടെ പോകാൻ റെഡി ആയിരിക്കണം നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. The candidates may be asked questions on the core subjects up to 12ാം ക്ലാസ് വരെയുള്ള ഇൻ്റർവ്യൂവിൽ ശരിക്കും 12ാം ക്ലാസ് വരെയുള്ള കോർ സബ്ജക്ട്സ്, അതായത് നിങ്ങളുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ബേസ്ഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകളുടെ ബേസും അതേപോലെ ജനറൽ നോളജും കറണ്ട് അഫയേഴ്സും പിന്നെ അറ്റ് ദർ ഇൻട്രസ്റ്റ് ആൻഡ് ഹോബീസ്, ഇൻ്റർവ്യൂറിൻ്റെ ഇതനുസരിച്ചായിരിക്കും അത് സെലക്ടിങ് ഉണ്ടാവുക. പിന്നെ മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാകും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇതാണ് പ്രധാനപ്പെട്ട കോളേജുകൾ. ദാറ്റ് ഈസ് BSc നഴ്സിംഗ് അണ്ടർ ഇന്ത്യൻ ആർമി പ്രൊവൈഡ് ചെയ്യുന്ന ഒന്ന്. കോളേജ് ഓഫ് നഴ്സിംഗ് AFMC പൂനെയാണ്. മഹാരാഷ്ട്ര യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിന് അണ്ടറിലുള്ള 40 സീറ്റുകളാണുള്ളത്. പിന്നെ കൊൽക്കത്ത കോളേജ് ഓഫ് നഴ്സിംഗ് ഉണ്ട്, മുംബൈയിലുണ്ട്, ന്യൂഡൽഹി, ലക്നൗ, ബാംഗ്ലൂർ, ഇത്രയും. അവിടെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിലാണ് യൂണിവേഴ്സിറ്റി. അപ്പോൾ ഇത്രയും സീറ്റുകളായി മൊത്തം 220 സീറ്റുകളാണ് ഓൾ ഇന്ത്യയിലുള്ളത്. സോ നിങ്ങളുടെ നീറ്റ് UG എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായി, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് വന്നിട്ടുള്ളത്. ആപ്ലിക്കേഷൻ പ്രോസസ്സുകളെല്ലാം വ്യക്തമായിട്ട് അവരുടെ ഓൺലൈൻ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. സോ joinindianarmy.nic.in എന്ന വെബ്സൈറ്റ് കയറുക, സന്ദർശിക്കുക. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.